എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് പ്രോപ്പർട്ടി മാർക്കറ്റ് ആപ്പ് തുറന്നു വരുമ്പോഴുള്ള ഒരു ഇൻ്റർഫേസ്. ഒരു മാപ്പ് ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസാണ്. ആപ്പിൻ്റെ സൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായി മൈ ആഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് കാണാം. അതിനുശേഷം ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മറ്റൊരു യൂസറുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റഡ് ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാറ്റ് മെനു ആണ് ഓണായി വരുന്നത്. വാട്സാപ്പിനൊക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ചാറ്റാണ് ഓപ്പണായി വരുന്നത്. അതിൽ നമ്മൾ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് 2 PC കോയിൻസ് ആണ് ചാർജ് വരുന്നത്. നമ്മൾ ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 50 PC കോയിൻ ലഭിക്കുന്നതാണ്. അത് വെച്ച് നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. സെലറുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. വോയിസ് മെസ്സേജിങ്ങും ലഭ്യമാണ്. അതിനുശേഷം നമുക്ക് മെനുവിൽ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഗ്ലോബലി ചാറ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ്. ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് PC കോയിൻസ് ബൈ ചെയ്യാനുള്ളൊരു മെനുവാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ എബൌട്ട് അസ് ഉണ്ട്. ആപ്പിൻ്റെ ഓണറിനെ പറ്റിയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആണ്. വേർഷൻ അപ്ഡേറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് QR കോഡ് സെലക്ട് ചെയ്താൽ, അതായത് ഓരോ പ്രോപ്പർട്ടിക്ക് ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നമുക്ക് നേരിട്ട് ആ ലൊക്കേഷനിലെത്താം. പിന്നീട് മാപ്പ് ഇൻ്റർഫേസിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് മാപ്പ് സെർച്ച് ആക്ടിവിറ്റി, അതായത് ഇതെല്ലാം വളരെ ഗൂഗിൾ മാപ്പുമായിട്ട് മാച്ചിങ് ആയിട്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാപ്പ് സെർച്ചിൽ നമുക്ക് ഏത് ലൊക്കേഷനിലാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് റിക്വയർമെൻറ്റ് ആയിക്കോട്ടെ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിയറസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് സെർച്ച് ചെയ്ത് വരുന്നതാണ്. ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനിലേക്ക് ഇത് ടാർഗറ്റ് ചെയ്ത് സൂം ചെയ്ത് എത്തുന്നതാണ്. ഈ ഒരു ടാർഗറ്റിൽ നിന്ന് നമുക്ക് ചാറ്റ് വിത്ത് ഓണർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അടുത്തതായി ഒരു പ്രോപ്പർട്ടി എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് രണ്ട് രീതിയിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രോ അല്ലെങ്കിൽ ഒരു നോട്ടീസ്. ഡ്രോ എന്ന് വെച്ചാൽ എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും. നോട്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രൈവസിയും കൂടെ കൺസിഡർ ചെയ്ത് ഉള്ള ഒരു ഓപ്ഷനാണ് നോട്ടീസ് ഓപ്ഷൻ. എന്നിട്ട് തുടർന്ന് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അത് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് QR കോഡ് വെച്ച് ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിലവിൽ ഉണ്ട്. ഈ ആപ്പ് തികച്ചും ഒരു യൂസർ ഡ്രിവൺ ആപ്പാണ്. മറ്റ് പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ആപ്പുകളെ അപേക്ഷിച്ച് ഇതൊരു പുതിയ ന്യൂജൻ ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. മാപ്പ് ഇൻ്റർഫേസ് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഒരു മാപ്പിൽ നമ്മുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള പല പ്രോബ്ലംസും ഈ ആപ്പ് സോൾവ് ചെയ്യുന്നു. ബ്രോക്കറുമായിട്ടുള്ള ഇടയ്ക്കുള്ള ഡീലിങ്സ് ഒക്കെ ഈ ഒരു ആപ്പ് വെച്ച് ഒഴിവാക്കാവുന്നതാണ്. ബയർ സെല്ലർ നേരിട്ട് സംസാരിച്ചുള്ളൊരു ഫെസിലിറ്റി.